പോകുന്നത് കേട്ടോ. അത് വളരെ റിസ്ക്. ഇരുന്ന് പഠിച്ചു കിട്ടാം. ഞാൻ കൊണ്ടിരുന്നു അങ്കിൾ ഇങ്ങനെ പോകുകയാണോ. ആ ഇരുപന്നെ തല ഇടിച്ച് കൊത്തു ഇരുപത്ത്. ആ അവരെ ഞങ്ങൾ പോയി. കൈയൊന്നും തട്ടി തെറ്റില്ലേ. വെനസിന് സിറ്റ് ഡൗൺ. എന്തൊക്കെയാണോ ചെറുതൊക്കെ പറഞ്ഞു പപ്പു വേണമല്ലേ എന്താ പറയാ. തട്ട ആൾക്കൊന്നും ഇല്ല. തല പൊട്ടു അത്രേ ഉള്ളൂ. ഞാനിപ്പോ കുണ്ടി കുത്തി ഇത് കണ്ടോ. ഇതെന്തോ റിഫ്ലക്ഷൻ. സൺലൈറ്റ് അടിക്കുമ്പോഴേ പിന്നെ വലിയ വലിയ അത് കണ്ടോ. അത് വെള്ളം ഉണ്ടാക്കുന്ന അതുകൊണ്ട് വെള്ളം ഉണ്ടാക്കുന്നതുകൊണ്ട് വെള്ളം കണ്ടോ. പിന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ വെള്ളം. സ്വിമ്മിംഗ് പൂൾ വെള്ളമാണ്. അത് വെള്ളമാണ്. ഇത് ഹോം സ്റ്റേ ആയിരിക്കും ഇല്ലയോ. എന്തോടാ വെള്ളമോ. ആ ചെറുത് നമുക്കൊരു കാര്യം ചെയ്യാം. ചെറുത് നമുക്ക് ചെറിയ വെള്ളം ചെറിയ തടി എടുത്ത് ചെറിയ വെള്ളം ഉണ്ടാക്കാം. ആ അപ്പച്ചൻ്റെ പറഞ്ഞാൽ അപ്പച്ചൻ ഉണ്ടായി തരും. ഇച്ചിരി തടിയും ഇച്ചിരി ഗമ്മുമായിട്ട് അപ്പച്ചൻ്റെ തന്നെ അപ്പച്ചൻ്റെ ഹോബിയാവും. പപ്പലറും വെച്ചിരുന്നു അപ്പച്ചന് കൊറേ ഒടിഞ്ഞു അപ്പൊ വാങ്ങിച്ചാൽ മതി. അപ്പച്ചൻ സെറ്റാക്കി ആ ചോദിൽ. പിന്നെ വീട്ടുകാർക്ക് ടോയ്ലറ്റ് വേണ്ടായോ. ആ ടോയ്ലറ്റൊക്കെ ഉണ്ട്. പണ്ട് ഇപ്പം യാത്ര സുഖമായിരിക്കും. പണ്ട് ഇവിടത്തുള്ളവർക്ക് യാത്ര ഭയങ്കര പാടായിരുന്നു. എല്ലായിടത്തും റോഡായല്ലോ ഇപ്പോൾ. മുമ്പ് ഈ മണ്ഡലത്തുരുത്തി വരിക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പരിയാണ്. പണ്ട് നമ്മൾ കുരുവിപ്പുഴ പോകുന്നതൊക്കെ തടിപ്പാലങ്ങളാണല്ലോ. മറ്റേ ഇപ്പം വരുന്ന റോഡിൻ്റെയും പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതാവും. ആ ഈ കരക്കത് പിന്നെ കറങ്ങണ്ട കറങ്ങും. നീ കയറി വരാം. ബൈപ്പാസിൻ്റെ പണി കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം റെഡിയാവും. ആ പെട്ടെന്ന് വരാം. തല നോക്കണം, ഇരിക്കാതെ നോക്കണം. തല കുനിച്ചോ ബെർണിസ് താഴട്ടിറങ്ങിക്കോ. താഴട്ടിറങ്ങി പരീക്ഷണത്തിലാണ് തിരിച്ചാ കഴിഞ്ഞോട്ട് നോക്കിക്കൊണ്ടിരുന്നുണ്ട്. ഒരഞ്ഞു മാരിയൊക്കെ പോവും. കുറച്ചാണ് ജപ്പാൻകാരൊന്നുമല്ല. ജപ്പാൻകാരല്ലെന്നാ എനിക്ക് തോന്നുന്നു. നമ്മുടെ വീട്ടിൽ പൂടാ. അതോ ശംഖ് പൂ വരാൻ കൊണ്ട് തോണ്ടറാ. തോന്നിക്കുന്നു മതലിൽ തോന്നിക്കുന്നു. അറിയാൻ മേലാണൊക്കെ അങ്ങനെ വേണ്ടത്. ഊന്നി കയറി വരും അവിടെ കിടന്ന്. പിന്നെ പണ്ട് നമ്മൾ എറണാകുളത്തൊക്കെ പോയല്ലേ ഇങ്ങനെ നടക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു.
അങ്ങ് അറ്റം വരെ കടലിൽ അവിടെ നടക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം പോയിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഓ എൻജോയ് പിള്ളേരുടെ എല്ലാം കൂടി ഇടിയായ പൊരിഞ്ഞിടി. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പാർപ്പാ ബെറ്റർ ആണ്. അങ്ങനെ പറയലടാ, മെർസിക്കുട്ടൻ പാവല്ലടാ. നമ്മുടെ വീട്ടിലെ ക്യാമറ എടുത്ത് നോക്കി അറിയാം എത്ര ഇട്ടോ ഇരുന്നത്. അവനിപ്പോ 10 വട്ടം അത് ഇരുതാണ് അവിടെ രാവിലെ. രണ്ടുപേരും വരും. ഇതാണ് ഇത് കെട്ട് മീനിന്റെ കെട്ട്. അത് കോഴിക്കോടായിരുന്നു. കോഴി ഉണ്ട് അവര് പോയി നമ്മളിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, അത് മനസ്സിലായി. ഫോൺ താങ്ങി കൊടുത്താൽ ആരാന്നേ ഉള്ളൂ. അവർ പോട്ടില്ല അമ്മല്ലാതെ. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് ഇത്രയും കുറച്ച് ദൂരം വേറെ ടൈറ്റാനിക് രണ്ടും കൂടി ചെന്ന് പൊത്തുവേ. ടൈറ്റാനിക് തിരിക്ക്, ടൈറ്റാനിക് രണ്ടും കൂടെ നമ്മള് സൈഡില പോകുന്നത്. നമ്മുടെ അങ്കി സൂക്ഷിച്ച കൊണ്ടുപോകും. ഓ മേളി നോക്കാം, അടിപൊളിയുടെ അഭിപ്രായം കൂട്ടാ, സൂപ്പർ. ഈ പേര് അറിയാം. കൈ വെച്ചിട്ടുണ്ട്. താന്നിരി ബെർണസേ ഷോ കാണിക്കരുത്. താന്നിരി വിറ്റാമിൻ ഡി നമ്മളിപ്പോ കണ്ടു ഓർക്കാനല്ലേ ഇപ്പൊ നാച്ചുറലായിട്ട് കളിക്കുന്ന കേട്ടോ ഇവിടെ. അവരെ ബോട്ട് നമ്മളെ ബോട്ട് കയറ് കെട്ടിയാണെങ്കിൽ അവര് പാല് പോവാ. അവരുടെ ബോട്ടി കെട്ടി നമ്മള് ബോട്ടി കെട്ടിയ പാല് അവര് നീ അമ്മനും കൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുമെന്ന്. ഈ പാന്റ് കൊടുത്താണെങ്കിൽ നല്ലതാണ്. എങ്ങനെയുണ്ട്? ബാങ്കുട്ട ടൂർ ഇഷ്ടപ്പെട്ട ഇതല്ലേ ടൂറ്, ഇതാ ടൂറ്. പാപ്പ കൊച്ചിലെ പോയ ടൂറാണ് നീ പറയുന്നത്.
പിന്നെ വെള്ളത്തിൽ ചോദിച്ചപ്പോ ഞാൻ തള്ളിയിരുന്നു നീ നട്ട് ചത്തു വന്നത് ഞങ്ങള് മൈൻഡ് പിന്നെ അമ്മ ഞങ്ങൾ തൂക്കി പിടിച്ചത് അപ്പൊ ജാക്കറ്റ് ഉണ്ടായിരുന്നു രക്ഷപ്പെടുന്നു ആ ജാക്കറ്റ് ഇട്ടിട്ടേതാ പപ്പ ഇവൻ ജിജമ്മ ഉറങ്ങിയാണ് ഇവൻ സ്വപ്നം കണ്ടത് എന്നെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കെട്ടിപ്പിടിക്കുന്നു മൂന്നല്ല നീ മൂത്രമൊഴിച്ച് നിന്റെ ദേഹത്തോടെ തന്നു ഇന്നലെ നിന്റെ ദേഹത്ത് ഒരു ദിവസം ഞാൻ മൂത്ര ഒഴിക്കൂല കള്ള ദേഹത്ത് മൂത്ര ഒഴിച്ചത്തേക്ക് അത് നോക്കിയാ മേളിൽ നോക്കിയാ സൂപ്പർ നോക്കിയാ ഇല്ല പല്ലിനകത്ത് ഒട്ടിച്ച് ഇളകി പോയെന്ന് തോന്നുന്നു എൻ്റെ പല സ്ഥലത്തിലേക്ക് പോകണം. പന്ത്രണ്ട് സുബന്ധം കണ്ടു ഏതാന്ന് പറയട്ടെ ഞാനില്ലേ വെള്ളത്തിൽ എൻ്റെ പൊന്നും അടിയിൽ അങ്ങനെ കാര്യം പറ. ഞാൻ നോക്ക് അടുത്ത ആളാണ് ഭയങ്കര കൈയും എനിക്ക് കയ്യിൽ കൊടുക്കുന്നു. നമ്മൾ ആൾക്കാരെ കണ്ട അവരോട് പോയാൽ മതി. മട്ടൻ വെള്ളമൊക്കെ കണ്ടോ ഇതാ ഇവന്മാരെ നമ്മൾ പറ്റിച്ചിട്ട് ഒന്നോട്ടോ പോയി ഇവിടെയാണ് അവിടെയാണ് എവിടെയാ അപ്പൊ മാപ്പിന്ന് നോക്ക് എവിടെയാണ് പോയത് നമ്മളെ അടുത്തനുണ്ട് നമ്മളെ അടുത്തനുണ്ടാ അത് ഫ്രണ്ടിലുണ്ട് അത് ഏറ്റവും ഫ്രണ്ടിലാണോ നമ്മൾ വരില്ലേ ജാക്കറ്റ് ഇടാമോ? പോയി ജാക്കറ്റ് ഇടണേന്ന് ഇടണേന്നോ? ഓ, ശരി. ചെറുക്കനെ ആ ബർത്ത്ഡേ ജാക്കറ്റ് ഒരെണ്ണം കൊടുക്കും. ഇയാൾ തലക്കുടി കയറിയിട്ട് പോലീസ് പിടിച്ചോണ്ട് പോകും അല്ലെങ്കിൽ റോഡാ തന്നെയാണ്. അല്ല അങ്കിളിന് പ്രശ്നമാടാ അത് വീട് ഇടത് ഇട്